ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഡെയിലി വ്ലോഗ്. ഞങ്ങളിതാ രാവിലെ ഷോപ്പിങ്ങിന് പോവാണ്, ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി ചൂട് ഇന്ന്. ഇപ്പം കുളിച്ചിട്ടൊക്കെ വന്നതാണ്, പക്ഷേ എന്നിട്ട് കണ്ടോ ചൂട്. നിനക്ക് ചൂടെടുക്കുന്നുണ്ടോ സഹസ്രക്കുട്ടിക്ക് ചൂടുണ്ടോ? ഇരിക്കുന്ന നോക്ക്, കോമഡി തന്നെ. ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന അവൾ അതിലിരിക്കുന്ന കാണുമ്പോൾ. എടാ എന്റെ അമ്മ ഒരു മൈൻഡില്ലല്ലോ, ഒരു മൈൻഡും ഇല്ല. വിളിച്ചിട്ട് നോക്കണ പോലും ഇല്ല എന്നെ. അപ്പുറത്തോട്ട് തിരിഞ്ഞു. പൊന്ന അമ്മയുടെ പൊന്നി, അമ്മയുടെ പൊന്നി, ഒരു മൈൻഡും ഇല്ല. എന്തേലും പറയാനുണ്ടോ? എന്തേലും പറയാനുണ്ടോ? എന്തേലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ആരൊക്കെ ഒന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഷോപ്പിൽ പോയി പച്ചക്കറി മേടിക്കാം. ഓക്കെ, ബൈ. പ്ലം മേടിക്കട്ടെ, നമുക്ക് പ്ലം കൊടുത്തു. ഇവിടെയാണോ മറന്നിടെ, എന്തായാലും എടുക്കാം. പഴം എടുത്തല്ലോ. ഇവിടെ ആദ്യമുള്ള ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി നിർത്തിയ പ്രശ്നമാണ്. സ്റ്റോളർ ഇവിടെ നിർത്തിയാൽ അപ്പ പ്രശ്നമാണ്. അവിടെ അവിടെ ഇരിപ്പുണ്ട്. ഒനിയനുണ്ട്, ക്യാരറ്റ് കറി. ഷുഗർ ഇല്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇവൾക്ക് വിശന്ന് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നതേ നല്ല വിശപ്പുമായിട്ടാണ്. പക്ഷേ ഷോപ്പിങ്ങിന് പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല, നേരെ പോയി. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. ലാപ്ടോപ്പ് ബാ, ഇങ്ങോട്ട് വാ. പുറത്തു വരുന്ന വഴി എവിടെ? നോക്ക് നോക്ക് നോക്ക്. അതിന് തൊട്ട് നോക്കുന്നു. ഓടിവാ, വാടാ. ഇതുവരെ എത്തി നോക്ക്. ആ കൈയൊക്കെ പുറത്തിട്ട്
വാ വാ ഓടി വാ വാടാ വാ അമ്മയുടെ പൊന്നല്ലേ അമ്മയുടെ പൊന്നല്ലേ എത്തി നോക്ക് നോക്ക് അതാണ് കുട്ടിക്ക് പുറത്തു വരാനുള്ള വഴി കുട്ടിക്ക് പുറത്തു വരാനുള്ള വഴിയാ അത് വാ വാ ഓടി വാ ഓടി വാ അതല്ല ഞാനിപ്പോ ഓഫായത് കിടക്കണേ ചൂട് കാരണം ഡയപ്പറിലാ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണം ഇത്രയും നേരം ഡയപ്പർ തന്നെയായിരുന്നു പൊന്നേതേ ഇത് എന്റെ ഒക്കാവും കണ്ണു പറഞ്ഞില്ല ചിരിക്കുന്നു ചെറുതായിട്ട് വൈകിട്ടാണ് അങ്ങനാണോ കുടിക്കാൻ സമയമായി എഴുന്നേക്കാം വെള്ളം ഇല്ലല്ലോ പൊന്നാ പൊന്നോ ഈ കുഞ്ഞുങ്ങൾക്ക് വയ്യാതായ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന വലിയ പാടാ ഇത് ഇന്ന് അവൾ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുൾ ടൈം എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു പിന്നീട് എപ്പോഴോ താഴെ കിടന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അവളെ നോക്കി ഇരിപ്പായിരുന്നു അയ്യേ ഈ കൊച്ചിന് തുപ്പി തുപ്പി പഠിക്കുന്നത് എന്നിട്ട് അമ്മ എന്താ പറഞ്ഞു മക്കൾ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് കവറെടുക്കാൻ പോയപ്പോ എന്താ പറഞ്ഞ എന്താ പറഞ്ഞു കവറെടുക്കണ്ടെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് നോക്ക് ഫാൻ പിടിക്കാൻ പോയാ എടോ താൻ ഫാൻ പിടിക്കാൻ പോയാടോ ഇതില് ഈ സാധനത്തിൽ പിടിക്കാൻ പോയോ അതായത് ബെഡിന്ന് താഴെ പോകും എന്നുള്ളൊരു നമുക്ക് അറിയില്ലല്ലോ അത് നമുക്ക് അറിയാറായില്ലല്ലോ അമ്മേ ബെഡിന്ന് താഴെ പോകുന്നു നമുക്ക് അറിഞ്ഞൂടാ മക്കള് ഫാൻ പിടിക്കാൻ പോയാ ഓഹോ അതുകൊണ്ട് അങ്ങ് പോവാണ് താഴെ ഒരു കവർ കിടന്നു താഴെ കിടന്ന ഒരു കവർ കണ്ടപ്പോ പോവാ നേരെ വിട്ട് പോവാ ബെഡിൽ താഴെ പോവാന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കിടന്നപ്പോ കവർ കണ്ട അത് വെക്കാൻ പോയാ ഏതാ ഇങ്ങനാ ഇങ്ങോട്ട് കവർ അപ്പൊ അമ്മ എന്താ പറഞ്ഞ എവിടെ പോരടിയെന്ന് ചോദിച്ചാ ആണോ എന്നിട്ട് അപ്പോൾ കുറക്കുന്നു എവിടെ പോരടിയെന്ന് ചോദിച്ചാ മക്കളോട് എവിടെ പോരടിയെന്ന് ചോദിച്ചാ അപ്പൊ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു പറയാം അമ്മ അങ്ങനെ ചിരിച്ചാ കവർ വെക്കാൻ പോയപ്പോ എവിടെ പോരടിയെന്ന് ചോദിച്ചാ നീ എവിടെ പോരടിയെന്ന് ചോദിച്ചാ വഴക്ക് പറഞ്ഞ മക്കളെ അമ്മ വഴക്ക് പറഞ്ഞാ ഏതാ എന്താ പറഞ്ഞേ